കാമധേനു എന്നാൽ ദേവി ദേവന്മാർ ദേവതകൾ എല്ലാമുണ്ട്, എല്ലായ്പ്പോഴും. സമ്പദ് സമൃദ്ധി ഐശ്വര്യം മഹാലക്ഷ്മി എന്നാണ് കാമധേനു. ദയ എല്ലായ്പ്പോഴും കാമധേനുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യം എന്നാണ്. കാമധേനുവിൻ്റെ 2 കണ്ണുകൾ എന്നാൽ സൂര്യ ചന്ദ്രന്മാർ എന്നാണ്. കാമധേനുവിൻ്റെ 2 കൊമ്പുകൾ എന്നാൽ ബ്രഹ്മാവ്, സൃഷ്ടി എന്നാണ്. കാമധേനുവിൻ്റെ നടുവ് ഭാഗം, മിഡിൽ പോർഷൻ, വിഷ്ണു എന്നും പുറകുവശം ശിവൻ എന്നും, കാമധേനുവിൻ്റെ മുതുക് എന്നാൽ അഗ്നിയും വായുവും എന്നാണ് സങ്കല്പം. കാമധേനുവിൻ്റെ 4 കാലുകൾ എന്നത് 4 വേദങ്ങൾ എന്നാണ്. നമുക്കറിയാമല്ലോ, സാമവേദം, ഋഗ്വേദം, യജുർവേദം, അഥർവവേദം. ഒന്ന് അഗ്നിയും ഇന്ദ്രനെയും വിഷ്ണുവിനെയും കുറിച്ചുള്ളത്, മറ്റൊന്ന് ഈ നിഷേധമായിട്ടുള്ള ഊർജങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും മന്ത്രജപങ്ങളും പിന്നെ യാഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിധികളും ഒക്കെയാണ് 4 വേദങ്ങൾ സൂചിപ്പിക്കുന്നത്. 5ാമത്തെ വേദമായിട്ട് നമുക്ക് മഹാഭാരതം സൂചിപ്പിക്കാമല്ലോ. രാമായണം, മഹാഭാരതം എന്നത് 4 വേദങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവികത, അതാണ് സത്യം. ഏതായാലും കാമധേനുവിൻ്റെ ഈ സാന്നിധ്യം, ഈ സാമീപ്യം, ഈ ഐശ്വര്യം നോൺ എറോട്ടിക് ഫെർട്ടിലിറ്റി എന്നാണ് പറയുക. ശാരീരിക സുഖങ്ങൾക്കും അപ്പുറം മനുഷ്യനെല്ലാം അല്പമായിട്ടുള്ള ചിന്തകളിൽ, സുഖങ്ങളിൽ അടിമപ്പെട്ട് ശരിക്കുമുള്ള ആനന്ദാവസ്ഥ, ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് അറിയാതെ പോകുന്നു, അനുഭവിക്കാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിച്ചത് തന്നെ കർമ്മശുദ്ധി നേടി ആത്മാവിനെ ശുദ്ധം ചെയ്ത് ജീവാത്മാ പരമാത്മാ ഐക്യം നേടുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. പക്ഷെ നമ്മൾ വന്ന ലക്ഷ്യം മറന്ന് ഭൗതികതയിൽ മാത്രം ആയിട്ട് നമ്മിലെ ശരിക്കുമുള്ള ആനന്ദാവസ്ഥ, ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, നടരാജാവസ്ഥ, ശിവ സ്റ്റേറ്റ് നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ അതാണ് ഈ കാമധേനു പ്രാധാന്യം അറിയിക്കുന്നത്. കാമധേനുവിൻ്റെ ഈ സാന്നിധ്യം, ഈ സാമീപ്യം, സുരഭി എന്നാണ് വിളിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം, അതാണ് സൗരഭ്യം. അതുകൊണ്ട് ഭൂമിയിലെ സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും സാത്വികമായിട്ടുള്ള ഭക്ഷണം ലഭിക്കട്ടെ, ലഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഒരിക്കലും ആരും പട്ടിണിയിൽ കിടന്നുറങ്ങരുത്. എല്ലാവർക്കും സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുമാറാകട്ടെ. ഇതാണ് കാമധേനു സങ്കല്പം, കാമധേനു എന്ന പ്രാർത്ഥന. മഹാലക്ഷ്മി, ഐശ്വര്യം, സമൃദ്ധി, വിശാലത, ഇതാണ് കാമധേനു. അപ്പോൾ എല്ലാവർക്കും കാമധേനുവിൻ്റെ ഐശ്വര്യം, കടാക്ഷം ലഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. നോൺ സ്റ്റോപ്പബിളാണ്, എറ്റേണലാണ്, ഇൻഫനൈറ്റാണ് നാം എന്ന തിരിച്ചറിവ്. ആ ഇൻഫനൈറ്റ്, ആ എറ്റേണിറ്റിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും എല്ലാം എന്ന തിരിച്ചറിവാണ് കാമധേനു. നമുക്ക് എല്ലാവരോടും ആ ദയ, ദാക്ഷിണ്യം, കരുണ, ആർദ്രത, ദൈവസ്നേഹം കൊണ്ട് എല്ലാവർക്കും, സകല ജീവജാലങ്ങൾക്കും സാത്വികമായിട്ടുള്ള നന്മ നിറഞ്ഞ വൃത്തിയുള്ള ഭക്ഷണം ലഭിക്കുമാറാകട്ടെ. എങ്കിൽ നാം
മോക്ഷം, സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. അതാണ് അൺസ്റ്റോപ്പബിൾ നോൺ എറോട്ടിക് ഫെർട്ടിലിറ്റി. അപ്പോൾ കാമത്തിന് അതീതമായിട്ടുള്ള, ശരീരസുഖത്തിനും അപ്പുറം, താൽക്കാലികം സ്വല്പമായിട്ടുള്ളതല്ലേ ഉള്ളൂ ഈ കാമാസക്തി, കാമവാസനയൊക്കെ വളരെ ലിമിറ്റഡാണ്. അതിനും അപ്പുറമാണ് ആനന്ദാവസ്ഥ. അതാണ് എന്നും നിലനിൽക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത് കാമധേനു.